മായാവി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ചാനലിൽ വീഡിയോ ഇട്ടത് 8 മാസം മുമ്പാണ്. ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് മായാവി ടോക്ക് എന്നറിയാത്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് സോംബി, ഏലിയൻ, ഏൻഷ്യന്റ് സിവിലൈസേഷൻ, സ്പേസ്, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ അറിയാത്ത പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറികൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ചില സ്റ്റോറികളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് അടുത്ത ഏത് ടോപ്പിലും കുറച്ച് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ആ കാര്യങ്ങളെല്ലാം ഓരോ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും നിങ്ങൾ രേഖപ്പെടുത്തണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോംബി ഡിയർ ഡിസീസിനെ കുറിച്ചിട്ടാണ്. Prevention say a brain-wasting disease that infects deer could possibly be contagious to humans. Tonight we're looking into how dangerous the zombie deer disease really is. For what some call the zombie disease. യുഎസ്എയിലും കാനഡയിലും അതിമാരകമായ വേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സോംബി ഡിയർ ഡിസീസ് അഥവാ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു രോഗം മനുഷ്യന്മാരിലേക്ക് പടരാൻ ചാൻസ് ഉണ്ടോ? മനുഷ്യന്മാർ സോംബി ആവാൻ പോവാണ്. ഇനി കോവിഡിന് ശേഷം വരാൻ പോകുന്ന അടുത്ത മഹാദുരന്തം എന്ന് പറയുന്നത് ഈ ഒരു രോഗമാണോ? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയൊരു രോഗമല്ല. ഓക്കെ, സോംബി ഡിയർ ഡിസീസ് അഥവാ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1967 നോർത്തേൺ കൊളറാഡോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെയുള്ള ഒരു ഗവൺമെന്റ് റിസർച്ച് ഫെസിലിറ്റിയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതൊരു പുതിയൊരു രോഗമല്ല, ഇവിടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു രോഗമാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രോഗമാണെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ ന്യൂസ് റിപ്പോർട്ടൊന്നും ഇതിനു മുമ്പ് പുറത്തേക്ക് വന്നില്ല? എന്തുകൊണ്ടാണ് ഈ ഒരു 2024-23 ഈ ഒരു രോഗം പെട്ടെന്ന് ട്രെൻഡിങ് ആവാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ? അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ ലൈക്ക് 2022, 2023, 2024 ഈ ഒരു വർഷത്തിന്റെ ടൈമിൽ ഈ ഒരു രോഗം വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. പ്രത്യേകിച്ച് കാനഡ, USA ആൻഡ് കൊളംബിയയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലത്തെ ചില രാജ്യങ്ങളിൽ ഈ ഒരു രോഗം വളരെ സ്പീഡിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മാനിനെ മാത്രമല്ല ബാധിക്കുന്നത്, മാനിൻ്റെ വർഗ്ഗക്കാരായിട്ടുള്ള മൂസൊക്കെ, മൂസ് അതേപോലെ തന്നെ നമ്മുടെ പശുവിനെ ബാധിക്കുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതേപോലത്തെ കുറേ ജീവികളിൽ ഈ ഒരു രോഗം വളരെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പോൾ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് ഈ ഒരു രോഗം മെല്ലെ വലിയ സിവിലിയൻ ഏരിയസ് അല്ല, പക്ഷേ ചെറിയ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഏരിയകളില്ലേ ആ ഭാഗത്തേക്ക് വരെ ഈ ഒരു രോഗം സ്പ്രെഡ് ആവാൻ തുടങ്ങി. ആ ഭാഗങ്ങളിലൊക്കെ ഇതേപോലത്തെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മാനിനെ കാണാനിടയായെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ട്രെൻഡ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ഹണ്ടിങ്ങിന് അതേപോലെ തന്നെ ട്രാവലിനൊക്കെ പോകുന്ന ആൾക്കാർ ഇതേപോലെ തന്നെ മാനുകളെ അവിടെ ട്രാവലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഹണ്ടിങ്ങിനിടയിൽ കാണാനിടയായി. കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും ഉണ്ട്. ആൻഡ് ആ സമയത്ത് ഇവരെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഇത് വളരെ വേഗത്തിൽ വൈറലായി. കാരണം സോംബി ഡിയർ ഡിസീസ് എന്ന പേരിലായിരുന്നു ഇവർ അപ്ലോഡ് ചെയ്തത്. ആൻഡ് സോംബി എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഈ ഒരു സംഭവം വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. പിന്നെ ന്യൂസുകാർക്ക് TRP നോക്കണമല്ലോ. അപ്പോൾ TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സോംബിതായിട്ടുള്ള പേരായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇതിൻ്റെ വീഡിയോസ് ഇതിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് വേഗം അവർ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതോടെ ഇതൊരു ഗ്ലോബൽ ട്രെൻഡായിട്ട് മാറി. മാത്രമല്ല 2024 ജനുവരി ടൈമിൽ ഈ ഒരു ടോപ്പിക്ക് വളരെ ട്രെൻഡിങ് ആയിരുന്നു, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ USA അതേപോലെ തന്നെ കാനഡ ഗവൺമെന്റ് ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഹണ്ടിങ് നടത്തരുത്, അവിടെയുള്ള മീറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്യരുത്. മീറ്റ് കൺസ്യൂമേഷൻ പ്രത്യേകിച്ച് ഡിയറിൻ്റെ മീറ്റൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് USA ഗവൺമെന്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവഞ്ച്വലി പശുവിലേക്കും ഈ ഒരു സംഭവം വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റേ മീറ്റ്, ചില ആൾക്കാർ ബീഫൊക്കെ കഴിക്കുന്നില്ലേ, ഈ ബീഫൊക്കെ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സോംബി ഡിയർ ഡിസീസ്? ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം. ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം, അതൊരു കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. സോ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ല ആക്ച്വലി. ഇതിൻ്റെ അത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് സയൻറ്റിസ്റ്റാണ് പറയാറ് പൊതുവേ. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിസ്ഫോൾഡ് ഓഫ് പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിയറിനുള്ളിൽ ചില പ്രോട്ടീൻസ് ഉണ്ടാവും, അതിൻ്റെ മിസ്ഫോൾഡ് കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് സയൻറ്റിസ്റ്റ്. സോ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യം എന്താ എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത് സ്പ്രെഡ് ആവുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന അതേ ഒരു ലെവലിൽ തന്നെയാണ്. ബൈറ്റിലൂടെയല്ല, പക്ഷേ ആ ഒരു രോഗം ബാധിച്ച ഡിയറിൻ്റെ സലൈവ, ബ്ലഡ് അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ് ഇല്ലേ, ഇത് വഴിയാണ് ഈ ഒരു രോഗം സ്പ്രെഡ് ആവുന്നത് എന്നാണ് കേൾക്കുന്നത്. സെയിം നമ്മുടെ സോംബി മൂവീസ് കണ്ടില്ലേ നിങ്ങൾ, അതിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. സോംബിയുടെ ബ്ലഡ് നമ്മുടെ വൂണ്ടിലായി കഴിഞ്ഞാൽ, നമ്മുടെ മുറിവിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോംബി ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ സോംബിയുടെ സലൈവയിലൂടെയാണ് ഈ ഒരു സംഭവം സ്പ്രെഡ് ആവുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു കേസിലും വരുന്നത്. സോ സോംബി ഡിയർ ഡിസീസ് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു സോംബി ഡിയർ പോയിട്ട് മറ്റുള്ള ഡിയറിനൊക്കെ ആക്രമിച്ച് കടിച്ച് അങ്ങനെ നമ്മുടെ സിനിമകളിൽ കാണുന്ന പോലെ അങ്ങനെ ആവുമല്ല.
പക്ഷേ ആ ഒരു സോംബി ഡിയറിൻ്റെ സലൈവ അല്ലെങ്കിൽ ബ്ലഡ് വേറൊരു ഡിയർ നക്കുവാണെങ്കിൽ അതിലൂടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനെന്താ പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ എക്സാക്ട്ലി നിങ്ങൾ ട്രെയിൻ ഓഫ് ബുസാൻ അല്ലെങ്കിൽ വേൾഡ് വാർ Z പോലത്തെ സിറ്റുവേഷൻ ഒന്നും ഇപ്പോൾ ആയിട്ടില്ല. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഒരു സോംബി ഡിയർ ഡിസീസ് ബാധിക്കുന്ന മാനിന് എന്താണ് സംഭവിക്കുന്നത്. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമകളിൽ കാണുന്ന സോംബി ഇല്ലേ, ആ ഒരു ലെവലിലേക്കാണ് ഇതിന് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. ആൻഡ് ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി വെരി ഇൻട്രസ്റ്റിംഗ്. സോ മെയിനായിട്ട് സംഭവിക്കുന്നത് ഈ ഒരു രോഗം ബാധിക്കുന്ന മാനിന് വെയിറ്റ് ലോസ് വരികയാണ് ചെയ്യുന്നത്. റാപ്പിഡായിട്ട് വെയിറ്റ് ലോസ് വരുന്നു. മാത്രമല്ല മാനിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. ആൻഡ് ഇത് ബാധിക്കുന്നത് മെയിനായിട്ട് ബ്രെയിനെയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ബ്രെയിനാണ് നമ്മുടെ ബോഡീനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിനിനെ ബാധിക്കുന്നത് കൊണ്ട് മാനിന് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചില വീഡിയോസ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ഡിസ്റ്റർബിംഗ് ആണ് ആക്ച്വലി. മാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ റൗണ്ട് അടിച്ച് കളിക്കുകയാണ്. അതേപോലെ തന്നെ മാനിന് നേരെ ഓടാനൊന്നും പറ്റുന്നില്ല. ഫുള്ള് കൺട്രോൾ ബാലൻസ് പോയി കഴിഞ്ഞു. ആൻഡ് മാൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് അവർ നടക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത് മാനിന് വെള്ളം കുടിക്കാനുള്ള തോന്നലാണ്. ഓക്കെ, ഇങ്ങനെ റാപ്പിഡായിട്ട് വെള്ളം കുടിക്കാനുള്ള തോന്നലാണ്. എന്ന് വെച്ചാൽ എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത ഒരു അവസ്ഥ, എപ്പോഴും ദാഹം വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ യൂറിനേഷൻ, റാപ്പിഡ് ആയിട്ടുള്ള യൂറിനേഷൻ ആണ് അടുത്തൊരു സിംറ്റം എന്ന് പറയുന്നത്. അടുത്ത സിംറ്റംസ് എന്ന് പറയുന്നത് മാനിന്റെ വായിൽ നിന്നും അമിതമായിട്ട് സലൈവ പുറത്തേക്ക് വരുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ മാന് പല്ല് ഇറുക്കി പിടിച്ച പോലെ കാണുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മാനിന്റെ ബോഡിയിലുള്ള സ്കിന്ന് കാര്യങ്ങളൊക്കെ അഴുകിയ പോലെ കാണുന്നുണ്ട്. പക്ഷെ ഇത് സിംറ്റംസിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. മേ ബി ഇത് സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിംറ്റംസ് എന്ന് പറയുന്നത് മാനിന് കംപ്ലീറ്റ്ലി പേടി നഷ്ടപ്പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി പറഞ്ഞ സംഭവം മനസ്സിലില്ലേ, ഈ ഒരു സംഭവം നഷ്ടപ്പെട്ട് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അതിന് മുമ്പ് പോയി നിൽക്കുകയാണെങ്കിൽ പൊതുവെ മാന് കണ്ടം വഴി ഓടും. മാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. മാനിന് മനുഷ്യരോടുള്ള പേടി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അത് മനുഷ്യരോട് മാത്രമല്ല, അതിപ്പോൾ ഒരു ആന വന്ന് ഫ്രണ്ട് കൊണ്ട് നിൽക്കുകയാണെങ്കിലും മാനിനൊരു പേടിയില്ലെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കൺഫ്യൂഷൻ ആയിട്ടുണ്ട്, ബ്രെയിനിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. ആൻഡ് മാനിന് പേടി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു. സോ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം നമ്മുടെ എന്താ പറയുക സോംബി മൂവികളിൽ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം ഇവിടെ കാണിക്കുന്ന സിംറ്റംസും നമ്മുടെ മൂവിയിലുള്ള സിംറ്റംസും വളരെ സിമിലർ ആണ്. അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു രോഗം നമ്മുടെ മനുഷ്യന്മാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? സയൻറ്റിസ്റ്റ് പറയുന്ന പ്രകാരം ഈ ഒരു രോഗം ഒരുപക്ഷെ മനുഷ്യന്മാരിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുവരെ മനുഷ്യന്മാരിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് നമ്മുടെ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സോംബി രോഗമല്ല ഈ ഒരു രോഗം എന്ന് പറയുന്നത്. ഈവൻ ബാധിച്ചു കഴിഞ്ഞാൽ ഇവഞ്ച്വലി ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഈ ഒരു മാൻ ചത്തു പോവാണ് ചെയ്യുന്നത്. അല്ലാതെ സോംബി ആയിട്ട് കണ്ണി കാണുന്നവരെ പിടിച്ച് കടിക്കലും മാന്തലൊന്നുമില്ല കേട്ടോ. പക്ഷേ ഗൈസ്, ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ഈ ഒരു രോഗം മനുഷ്യന്മാരിലേക്ക് ബാധിക്കുകയാണെങ്കിലോ അപ്പോൾ എന്ത് നടക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വേഗം വരണമെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി ജോയിൻ ആവുക. നമുക്ക് ഇനി 1K അടിക്കണം. ഓക്കെ, സോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ.